വോട്ടെടുപ്പ് അവസാനിച്ചതോടെ നിലമ്പൂരിൽ വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് ശതമാനം ഉയർന്നത് നന്നായെന്നും വിജയമുറപ്പെന്നും LDF സ്ഥാനാർത്ഥി എം സുരാജ് പ്രതികരിച്ചു. വോട്ടുകൾ അരിച്ചുപെറുക്കി പെട്ടിയിലാക്കിയെന്നും ഇതിനകം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നുമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. പോളിംഗ് ശതമാനം കൂടിയത് തനിക്ക് അനുകൂലമാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറയുന്നു. ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാനായെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. മികച്ച സ്വീകാര്യതയും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മികച്ച വിജയം LDF നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ LDF പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. എല്ലാ UDFന് ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ അരിച്ച് പെറുക്കി കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്, ഒരു കാലത്തുമില്ലാത്ത പോലെ. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരു ചരിത്ര ഭൂരിപക്ഷം UDF ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പില്ല. ജനങ്ങൾ തോൽക്കുകയാണ്. മലയോര മേഖലയിലെ അവഗസിതം ഞങ്ങൾ ചർച്ച ചെയ്തു, വികസനമില്ലായ്മ ഞങ്ങൾ ചർച്ച ചെയ്തു, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതിനൊക്കെ അനുകൂലമായി ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 74.02% ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. വിവരങ്ങളുമായി വിപിൻ C. വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷ, തികഞ്ഞ ആത്മവിശ്വാസമൊക്കെ മുന്നണികൾ, സ്ഥാനാർത്ഥികൾ വെച്ചു പുലർത്തുന്നു. ഇനി ക്യാമ്പുകളിൽ കണക്കുകൂട്ടലിന്റെ മണിക്കൂറുകളാണ്. പ്രതീക്ഷിച്ച വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് LDF, UDF, അതുപോലെ മുന്നണികൾക്ക്, അതുപോലെ അൻവറിന്, NDA ക്യാമ്പിന്? എന്താണ് ഈ ക്യാമ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? അവരുടെ പ്രതീക്ഷകളെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? വിപിൻ C. വിജയൻ. ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ 4 പേരും ഇപ്പോഴും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. അതിൻ്റെ ഒരു 74% പോളിംഗ് വന്നു എന്നുള്ളത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പെരുമഴയത്ത് ആ ഒരു പോളിംഗ് ശതമാനം കുറയാനുള്ളൊരു സാധ്യതയാണ് മുന്നണികളെല്ലാം തന്നെ കണക്ക് കൂട്ടിയിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ തിരഞ്ഞെടുപ്പിനോടുള്ളൊരു മടുപ്പുണ്ടാകും എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 64% അതിനേക്കാൾ ഒരു 70-ന്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇത് ഏകദേശം 25ഓളം ദിവസത്തോളം നടന്നിട്ടുള്ള ആ ഒരു പ്രചാരണത്തിൻ്റെ ആ ഒരു ആവേശം ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും ജനങ്ങളെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി എന്ന് തന്നെ വിലയിരുത്താം. അതിരാവിലെ മുതൽ തന്നെ നീണ്ട നിര എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാനുണ്ടായിരുന്നു. പിന്നീട് ഈ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയത്, 59 പോളിംഗ് സ്റ്റേഷനുകളിൽ കൂട്ടിയത്, അത് വോട്ടിങ്ങിനെ വളരെ സുഗമമാക്കിയിട്ടുണ്ട്. വളരെ സമാധാനപരമായിട്ടായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് എന്ന് പറയാം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ വോട്ട്, ഈ 74% വോട്ട് വരുമ്പോൾ അത് ആർക്ക് ഗുണമാകും എന്നുള്ള ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യുമെന്നുള്ളതാണ് UDFന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ വരുന്നത്. ഒപ്പം പക്ഷേ LDF, UDF എന്നുള്ള മത്സരത്തിനപ്പുറമായി PV അൻവർ ക്രോസായി ഇതിൽ എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നുള്ളത് ഇരു മുന്നണികളും ഇതിനോടകം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടർ അല്ല എന്ന് പറയുമ്പോഴും ഉള്ളിൽ അത് വലിയ ശതമാനത്തിലേക്ക് വോട്ട് പിടിക്കുമോ എന്നുള്ളതാണ്. ഏറെക്കുറെ ഇപ്പോൾ ഒരു 1,65,000-ഓളം വോട്ടുകളായിരിക്കണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ UDF, LDFന്റെ കണക്കുകൂട്ടൽ അവരുടെ സ്ഥിരമായിട്ടുള്ള വോട്ടുകൾ, LDFന്റെ വോട്ടിൽ ഒന്നുപോലും ചോർച്ചയില്ലാതെ അതുപോലെ തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ LDF ക്യാമ്പിന് വരുന്നു. ഒപ്പം മലയോര ജനതയുടെ വോട്ടുകൾ നേടി എന്നുള്ളതാണ് NDAയുടെ കണക്കൂട്ടൽ. PV അൻവറിനെ സംബന്ധിച്ച് LDFന്റെയും UDFിലെയും അസംതൃപ്തരുടെ വലിയ ഒരു ഒഴുക്ക് തൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ അതൊരു ആൻറ്റി ഷൗക്കത്തായിട്ടുള്ള വോട്ടുകൾ കൂടി PV അൻവർ ലഭിച്ചു എന്നുള്ളതാണ് PV അൻവറിൻ്റെ ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലുള്ളത്. സജീവമായിട്ടുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരി, എന്തായാലും വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. വിജയ ശതമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുന്നണികൾ. അതുപോലെ അൻവറിന്റെ എഫക്റ്റ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടലുകളൊക്കെ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഇനി ജനവിധി എന്താണ് എന്നാണ് അറിയേണ്ടത്. അതിന് നമ്മൾ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്.